കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി ഒരു മാസം കഴിഞ്ഞിട്ടും തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് തുറന്നു നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം. കെഎസ്ആർടിസിക്ക് സ്ഥലം അനുവദിക്കാൻ നീക്കമെന്ന സൂചന. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. കോടികൾ ചിലവഴിച്ച് ആധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ ശക്തൻ സ്റ്റാൻഡിന്റെ തെക്കുഭാഗം തുറന്നു നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. കഴിഞ്ഞ നവംബർ 15 ആരംഭിച്ച കോൺക്രീറ്റിംഗ് പൂർത്തിയായിട്ട് ഒരു മാസം കഴിഞ്ഞെങ്കിലും ഇനിയും സ്റ്റാൻഡ് തുറന്നു നൽകിയിട്ടില്ല. ഇതുമൂലം യാത്രക്കാരും വ്യാപാരികളും ബസ് ജീവനക്കാരും ദുരിതത്തിലാണ്. ബസ് തൊഴിലാളികൾ പൊരിവെയിലത്ത് നിന്ന് പണിയെടുക്കുകയാണെന്നും സ്റ്റാൻഡ് ഉടൻ തുറന്നു നൽകിയില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും INTUC ട്രേഡ് യൂണിയൻ സെക്രട്ടറി AR ബാബു പറഞ്ഞു. ഈ ബസ് സ്റ്റാൻഡിന്റെ പണി 3 മാസമായി പണി തുടങ്ങിയിട്ട് ഈ ബസ് സ്റ്റാൻഡ് ആകെ ശോചനാവസ്ഥയിൽ കിടക്കുന്ന അവസരത്തിൽ വളരെയധികം സമരങ്ങൾ ചെയ്തതിന് ശേഷം ഈ കോൺക്രീറ്റ് തുടങ്ങി. ഈ കോൺക്രീറ്റ് പണി കഴിഞ്ഞിട്ട് ഒരു മാസക്കാലമായി. ഇതിന്റെ എല്ലാ പണികളും കഴിഞ്ഞ് പൂർത്തീകരിക്കുന്ന സമയത്ത് ഇവിടെ നടത്തുന്ന ഈ ബസ് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കും വന്നിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ അത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തുറന്നു തരണം എന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട്. ബസ് ജീവനക്കാർ വെയിലത്ത് നിന്നിട്ടാണ് പണിയെടുക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന്റെ പണി കഴിഞ്ഞിട്ട് തുറന്ന് കൊടുക്കാതിരുന്നൊരു സംവിധാനം വന്നില്ലെങ്കിൽ സമരപരിപാടികളുമായിട്ട് ട്രേഡ് യൂണിയൻ നേതാക്കളെല്ലാവരും ഇതിന് ബസ് സമരം നടത്താനുള്ള തീരുമാനത്തിൽ തിരികെയാണ്. ജനുവരി 26 ബസ് സ്റ്റാൻഡ് തുറന്നു നൽകുമെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് മേയർ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായതെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ 3 മാസമായി ശക്തൻ സ്റ്റാൻഡിൽ ഒരു കച്ചവടവും നടക്കുന്നില്ലെന്നും വാടകയും ശമ്പളവും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് തങ്ങളെന്നും സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് തുറന്നു നൽകണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ആനന്ദ് മുണ്ടയൂർ പറഞ്ഞു. കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് ഒരു വ്യാപാരം ഇല്ലാണ്ട് പട്ടിണിയിലാണ്. ഞങ്ങളുടെ വ്യാപാരം ഈ ബസ് സ്റ്റാൻഡിനെ അപേക്ഷിച്ചിട്ടാണ്. ഒരു ബസ്സും ഈ ബസ് സ്റ്റാൻഡിൽ കടന്നു വരാണ്ട് ഞങ്ങൾക്ക് വാടക അടയ്ക്കാനോ ഞങ്ങളുടെ ശമ്പളം കൊടുക്കാനോ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ തുറന്നു തരാമെന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് 3 മാസമായിട്ടും തുറന്നു തന്നിട്ടില്ല. പണി കഴിഞ്ഞിട്ട് ഒരു മാസക്കാലമായി. എന്നിട്ടും കോർപ്പറേഷൻ അധികാരികൾ ഇതിന് യാതൊരു ശ്രദ്ധയും പുലർത്തുന്നില്ല. ഇതിനുള്ള എല്ലാ വ്യാപാരികളുടെയും പ്രതിഷേധം അറിയിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് തുറന്നു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേസമയം KSRTC സ്റ്റാൻഡ് പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ട് KSRTC സ്റ്റാൻഡ് ശക്തൻ സ്റ്റാൻഡിലേക്ക് മാറ്റാനുള്ള ചർച്ചകൾ നടക്കുന്നതായി സൂചനയുണ്ട്. അതുകൊണ്ടാണ് ശക്തൻ സ്റ്റാൻഡ് തുറന്നു നൽകാതിരിക്കുന്നതെന്ന് പറയുന്നു. ശക്തൻ സ്റ്റാൻഡ് KSRTCക്ക് അനുവദിച്ചു നൽകിയാൽ ബസ് പണിമുടക്കടക്കമുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. TCV തൃശൂർ.